ടാലിയിലെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഹിഡൻ ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയോ? തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ ഹിഡൻ ട്രിക്സ് ആൻഡ് ടിപ്സ് ഒക്കെ നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് മാറും. അപ്പോൾ ആ ട്രിക്സുകളൊന്നും അറിയാതെ നമുക്കൊരു അക്കൗണ്ടന്റ് ആയിട്ട് നമുക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടാലിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ട്രിക്സുകളും അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ടാലിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ട്രിക്കുകളെ കുറിച്ചിട്ടാണ്. ഇത് നിങ്ങൾക്ക് 100% ഉപകാരപ്പെടും തീർച്ച. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിങ് മലയാളം. എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ ടീച്ചിങ് സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ കാണണമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ പ്ലേലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി. അതേപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്ക് ഇമെയിൽ ചെയ്യാം. എൻ്റെ ഇമെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് ബാച്ച് വരുന്നത് October 28 സ്റ്റാർട്ട് ചെയ്യണത്. എല്ലാ മാസമാണ് ഞാൻ ക്ലാസ് എടുക്കുക. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് വരാം. നമ്മൾ ഇന്ന് പറയാൻ പോണ ട്രിക്ക് എന്ന് പറയുന്നത്, ഇപ്പോ നമുക്ക് ഒരു ബ്രാഞ്ച് അക്കൗണ്ടിംഗ് ആണ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുക. അതായത് ഒരു സ്ഥാപനത്തിന് 2 or 3 കമ്പനികൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് ഒരു കമ്പനിയിലെ ലെഡ്ജർ തന്നെയായിരിക്കും നമുക്ക്, അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ ട്രാൻസാക്ഷൻ തന്നെയായിരിക്കും നമുക്ക് മറ്റേ കമ്പനിയിലേക്ക് വേണ്ടി വരിക. അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് അത് വീണ്ടും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒരു കമ്പനിയിൽ നിന്ന് മറ്റേ കമ്പനിയിലേക്ക് നമുക്ക് കോപ്പി ചെയ്താൽ മതി. ആ ലെഡ്ജേഴ്സിന് നമ്മൾക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പൊ ഞാനിവിടെ ഒരു കമ്പനി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓപ്ഷൻ എന്നുള്ളൊരു കമ്പനി ഉണ്ട്. ഇത് നമുക്ക് ലെഡ്ജർ നോക്കാം. ഓൾട്ടോ സെലക്ട് ചെയ്തിട്ട് എടുത്തു, ലെഡ്ജർ എടുത്തു. അപ്പൊ ഇതിൽ നമുക്ക് ഇത്രയും ലെഡ്ജറുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതേ സെയിം ലെഡ്ജറുകൾ തന്നെയാണ് ഞാൻ എൻ്റെ പുതിയ കമ്പനിയിലേക്ക് ഉപയോഗിക്കാൻ പോണത്. അപ്പൊ ഞാനിവിടെ ഒരു പുതിയ കമ്പനി ഉണ്ടാക്കിയിട്ടുണ്ട്, ന്യൂ എന്ന് പറഞ്ഞിട്ട്. ഇതിൽ നമുക്ക് ഓൾട്ടർ എടുത്തു, ലെഡ്ജർ എടുത്തു. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇവിടെ അഡീഷണൽ ആയിട്ട് ലെഡ്ജറുകളൊന്നും ഇല്ല, കാരണം ഇതൊരു പുതിയ കമ്പനിയാണ്. അപ്പൊ ഓൾറെഡി ഓപ്ഷൻ എന്നുള്ള കമ്പനിയിൽ നിന്ന് ഈ ഒരു കമ്പനിയിലേക്കാണ് ഞാൻ ലെഡ്ജറുകൾ മാറ്റാൻ പോകുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഓപ്ഷൻ എന്നുള്ള കമ്പനി സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇതിൽ നമുക്ക് ലെഡ്ജർ എടുക്കാം. ഓൾട്ടർ എടുത്തു, അതിൽ ലെഡ്ജർ എടുത്തു. അതിൽ ഞാൻ മാറ്റാൻ പോകുന്ന ലെഡ്ജറെ പറയുന്നത് പർച്ചേസിന്റെ ലെഡ്ജറാണ് എടുക്കുന്നത്. അപ്പൊ ഇവിടെ പർച്ചേസ് ഞാൻ സെലക്ട് ചെയ്തിട്ട് എടുത്തു, എൻ്റർ അടിച്ചു. ഇനി ഞാൻ ജസ്റ്റ് എനിക്ക് കോപ്പി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഷോർട്ട് കീ ആണ്. ഇവിടെ ജസ്റ്റ് ഒന്ന് F3 അടിച്ചാൽ മതി. കമ്പനി ഇവിടെ ഞാൻ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് F3 അടിച്ചു. അപ്പോൾ ഇവിടെ ചോദിക്കും ഏത് കമ്പനിയിലേക്കാണ് മാറ്റേണ്ടത്. ഇവിടെ ഞാൻ ന്യൂ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇനി ഞാൻ ഇത് Ctrl E അടിച്ചിട്ടാണ് സേവ് ചെയ്യേണ്ടത്. ഞാനിവിടെ ജസ്റ്റ് Ctrl E അടിച്ചു. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ പുതിയ കമ്പനി ഒന്ന് എടുത്ത് നോക്കാം. ന്യൂ എന്നുള്ള കമ്പനി എടുത്തു, ഓൾട്ടർ എടുത്തു, അതിൽ ലെഡ്ജർ എടുത്തു. അപ്പോൾ അതിലൂടെ പർച്ചേസിലെ ലെഡ്ജർ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പൊ ഇതേ രീതിയിൽ നമുക്ക് ഒരു കമ്പനിയിലെ ലെഡ്ജറുകളെല്ലാം നമുക്ക് മറ്റേ കമ്പനിയിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ നമുക്ക് ലെഡ്ജറുകൾ മാത്രമല്ല, ഡേ ബുക്കിലെ എൻട്രീസ്, വൗച്ചർ എൻട്രി നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ നമുക്ക് വൗച്ചർ എൻട്രി ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മുടെ ഓപ്ഷൻ എന്നുള്ളതിലെടുത്തു, നമുക്ക് ഇവിടെ വൗച്ചറിന്റെ അടിയിലെ ഡേ ബുക്ക് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു പർച്ചേസിന്റെ എൻട്രി ആണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മുടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, ഇതിലുള്ള ലെഡ്ജേഴ്സ് ഒക്കെ അതിലുണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഇവിടെ ABC എന്നുള്ള ലെഡ്ജർ ഉണ്ട്. അപ്പൊ ABC എന്നുള്ള ലെഡ്ജർ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന കമ്പനിയിൽ ഉണ്ടായിരിക്കണം. അതേപോലെ ഐറ്റം ഉണ്ടായിരിക്കണം. അപ്പൊ ഐറ്റത്തിന്റെ യൂണിറ്റ് ഉണ്ടായിരിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾക്ക് ഈ വൗച്ചർ എൻട്രി നമ്മൾക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം നമുക്ക് ഓൾറെഡി നമ്മൾ ആദ്യം ചെയ്തിട്ട് പിന്നെ നമുക്ക് നേരിട്ടിട്ട് വൗച്ചർ എൻട്രി ചെയ്യാം. അതായത് വൗച്ചർ എൻട്രി നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. വൗച്ചർ എൻട്രി നമ്മൾ പുതിയ കമ്പനിയിൽ പോയിട്ട് അടിക്കേണ്ട ആവശ്യമില്ല. ഈ ലെഡ്ജറുകൾ അവിടെ ഉണ്ടായാൽ മതി. ഇവിടെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് F3 അടിച്ചു. ഇവിടെ നമുക്ക് ന്യൂ എന്നുള്ള കമ്പനി സെലക്ട് ചെയ്തിട്ട് എടുത്തു. എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് Ctrl E അടിക്കാം. അപ്പോൾ ഇവിടെ ഇപ്പോൾ Ctrl E അടിച്ച് കണ്ടു, നോ എൻട്രീസ് ഇൻ വൗച്ചർ എന്നിട്ട് കാണിക്കും. അതായത് നമ്മുടെ ഈ ലെഡ്ജറുകളൊന്നും നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അപ്പോൾ ആദ്യം ലെഡ്ജറുകൾ ചെയ്തിട്ടാണ് നമ്മൾ ഈ വൗച്ചർ എൻട്രി നമ്മൾ ചെയ്യേണ്ടത്. നെക്സ്റ്റ് കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഇതേപോലെ നമുക്ക് ലെഡ്ജറുകൾ മാത്രമല്ല, നമ്മൾക്ക് ഇപ്പോൾ 2 കമ്പനികളുടെ നമ്മൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഒരാളുടെയാണ് 2 കമ്പനികൾ. അപ്പൊ എന്താ വെച്ചാൽ 2 കമ്പനികളുടെയും പ്രോഫിറ്റ് നമുക്കൊന്ന് കമ്പയർ ചെയ്യണം. അപ്പൊ നമ്മൾ വേറെ എടുത്ത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഒരേ സ്ക്രീനിൽ തന്നെ നമുക്ക് 2 കൂടിയിട്ട് കമ്പയർ ചെയ്യാം. അപ്പൊ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം.
ഇപ്പൊ നമുക്ക് ഓപ്ഷൻ എന്നുള്ള കമ്പനിയുടെ ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുത്തു, ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇനി നമ്മൾക്ക് അടുത്ത ഒരു കമ്പനിയുടെയും കൂടി നമുക്ക് എടുക്കണം. അപ്പൊ അതിനായിട്ട് നമുക്ക് ഇവിടെ ഓപ്ഷൻ കാണും ന്യൂ കോളം, ഓൾട്ട് സി അടിച്ചാൽ മതി. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണിക്കും ഏതിൻ്റെയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓർഡർ ജി എസ് ടി എടുക്കേണ്ടത്. ഓർഡർ ജി എസ് ടി സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടെണ്ണത്തിലെ കാണും. ഇവിടെ നമുക്ക് ഓപ്ഷൻ ഡി വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ഓർഡർ ജി എസ് ടി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ട് കൂടിയിട്ട് നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഏത് ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് കമ്പയർ ചെയ്യാം. അതേപോലെ നമുക്ക് ലെഡ്ജറുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലെഡ്ജറുകൾ നമുക്ക് കമ്പയർ ചെയ്യാം. നമുക്ക് പർച്ചേസിൻ്റെ ആണെങ്കിൽ നമുക്ക് പർച്ചേസ് രജിസ്റ്റർ സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പോൾ ഡിസ്പ്ലേ, അതായത് ഡി അടിച്ചാൽ മതി. എ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പർച്ചേസ് രജിസ്റ്റർ സെലക്ട് ചെയ്തെടുക്കാം. ജസ്റ്റ് പി അടിച്ചു. അപ്പോൾ നമുക്ക് പർച്ചേസ് രജിസ്റ്റർ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ കോളം കാണും. ഇവിടെ നമുക്ക് ന്യൂ കോളം അടിക്കാം. ന്യൂ കോളം അടിച്ചു. ഇപ്പോൾ ഇവിടെ നമുക്ക് ഓർഡർ ജി എസ് ടി ആയിട്ട് ഇപ്പോൾ ഓപ്ഷൻ ഡി ആണ് എടുത്തിരിക്കുന്നത്. അടുത്ത കമ്പനിയുടെയാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത കമ്പനി ഇവിടെ സെലക്ട് ചെയ്തിട്ട് എടുത്തു. എൻ്റർ അടിച്ചു. ഇപ്പോൾ നമുക്ക് പർച്ചേസ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നമുക്ക് ഇവിടെ ഇത് നമുക്ക് ഓപ്ഷൻ എന്നുള്ള കമ്പനിയുടെയാണ്. ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓർഡർ ജി എസ് ടിയുടെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഏതും രണ്ട് കമ്പനികളായിട്ട് നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അടുത്ത ട്രിക്ക് എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സ്ക്രീനിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് മൾട്ടി ലെഡ്ജറുകൾ, അതേപോലെ തന്നെ മൾട്ടി ഐറ്റംസ് ഒക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓരോന്നായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 50, 100, 500 ഒക്കെ ലെഡ്ജറുകൾ ഉണ്ടെങ്കിൽ ഒരൊറ്റ വിൻഡോയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയാണെങ്കിൽ ഗേറ്റ് ഓഫ് ടാലിയിലെ ചാർട്ട് ഓഫ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ നമുക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട് സെലക്ട് ചെയ്തിട്ടെടുത്തു. അതിൽ ലെഡ്ജർ സെലക്ട് ചെയ്തിട്ടെടുത്തു. ലെഡ്ജർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഓപ്ഷൻ കാണും മൾട്ടി മാസ്റ്റേഴ്സ്. ഓൾട്ട് എച്ച് അടിച്ചാൽ മതി. ഇവിടെ മൾട്ടി മാസ്റ്റേഴ്സ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് മൾട്ടി ക്രിയേറ്റ് എന്ന് പറയും. മൾട്ടി ക്രിയേറ്റ് എടുത്തു. ഇവിടെ നമുക്ക് ഓൾ ഐറ്റംസ്, ഇപ്പോൾ ഏത് ഗ്രൂപ്പിലാണ് കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ ഓൾ ഐറ്റംസ് കൊടുക്കും. ഇവിടെ നമുക്ക് ഓരോന്നായിട്ട് ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്യാപിറ്റൽ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാപിറ്റൽ എന്നുള്ളത് അടിച്ചു. എൻ്റർ അടിച്ചു. ഇത് ഏത് ഗ്രൂപ്പിലേക്കാണ് സാധാരണ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കൊടുത്തു. എൻ്റർ അടിച്ചു. ഇവിടെ എമൗണ്ട് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്താണ് ക്രെഡിറ്റിലേക്കാണ് പോകുള്ളൂ. ഇങ്ങനെ ഓരോ ലെഡ്ജർ ആണെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പോൾ ഫർണിച്ചർ അണ്ടർ ഫിക്സഡ് അസറ്റ് എമൗണ്ട് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഡെബിറ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ഓരോന്നായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം നമുക്ക് ഒറ്റ വിൻഡോയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇനി എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടെ മൾട്ടി മാസ്റ്റർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടി ഓൾട്ടർ, നമ്മൾ അടിച്ചത് തെറ്റുമോ അല്ലെങ്കിൽ ക്യാഷ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാറില്ലല്ലോ, ക്യാഷ് നമ്മൾ ഓൾട്ടർ ചെയ്തിട്ട് കൊടുക്കല്ലേ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് മൾട്ടി ഓൾട്ടർ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിട്ടുള്ള ഡാറ്റകളുടെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ വരും. അപ്പോൾ എല്ലാ ലെഡ്ജറും ഇവിടെ വന്നിട്ടുണ്ട്. അടിച്ചു കൊടുത്തിട്ടുള്ളതിൻ്റെ ബാലൻസ് നമുക്ക് ഇവിടെ വരും. ഇതേ രീതിയിൽ നമുക്ക് ഐറ്റത്തിനും ബാലൻസ് കൊടുക്കണം. അപ്പോൾ ഐറ്റത്തിനാണ് ബാലൻസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ട് എടുക്കണം. ഇവിടെ ഇൻവെൻട്രിയിലെ സ്റ്റോക്ക് ഐറ്റം സെലക്ട് ചെയ്തിട്ട് എടുക്കുക. ഇവിടെ നമ്മൾക്ക് ഐറ്റത്തിൻ്റെ ഇവിടെ മൾട്ടി മാസ്റ്റേഴ്സ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ മൾട്ടി ക്രിയേറ്റ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്ക് ഐറ്റത്തിൻ്റെ പേര്, ക്വാണ്ടിറ്റി, റേറ്റ് എല്ലാം കൊടുത്ത് നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ടാലിയിലെ ചില ട്രിക്കുകൾ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.